ലോഡ് ഫാമിലിയിൽ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ലൈബ്രറീസിനകത്ത് US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വിൻഡോസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് ആണോ വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിൻഡോ എടുത്ത് കൊടുക്കുവാണ്. എനിക്ക് ലൈബ്രറീസിൽ കയറുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഓൾറെഡി നമ്മൾ ഡോർ ലോഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വിൻഡോ സെലക്ട് ചെയ്യുക, അത് ലോഡ് ചെയ്തിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ക്ലോസ് ഡോർ ലോഡ് വിൻഡോ ലോഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പോ ആ ഒരു ലൈബ്രറി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹാങ് ആവുകയാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോസ് തന്നെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്. അപ്പൊ നമുക്ക് എങ്ങനെ വിൻഡോസ് പ്ലേസ് ചെയ്യാൻ നോക്കാം. വിൻഡോസ് പ്ലേസ് ചെയ്യാനായിട്ട് പ്രിന്റ് ലെവലിൽ തന്നെ വരാം. നമ്മൾ ഡോർ പ്ലേസ് ചെയ്ത പോലെ. എന്നിട്ട് ഡോറിന് വിൻഡോ ആർക്കിടെക്ചർ ടാബിൽ വിൻഡോ എടുക്കുക. നമ്മൾ ലോഡ് ഫാമിലിയിൽ പോയിട്ട് ലോഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മൾ ഏതാണോ വേണ്ടത് അത് ലോഡ് ചെയ്ത് എടുക്കാം. ഓൾറെഡി ഞാൻ W1 W2 3 ഒക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ടൈപ്പിന് തന്നെ സെലക്ട് ചെയ്യുവാണ്. ഈ ഒരു ടൈപ്പിന് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ടത് എങ്ങനെയാണോ ആ ഒരു ഡയമെൻഷനിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് എഡിറ്റ് ടൈപ്പിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇതിപ്പോ W3 വിൻഡോ ആണ്, അതായത് ഒരു 3 പാനലുള്ള വിൻഡോ ആണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ W3 വിൻഡോന്ന് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പേര് കൊടുത്തു. അതിനുശേഷം W3ക്കുള്ള വിഡ്ത്തും ഹൈറ്റും എത്രയാണ്? W3 എന്ന് പറയുമ്പോൾ 3 പാനൽ ഉള്ളതാകുമ്പോൾ അതിന്റെ വിഡ്ത്ത് വരുന്നത് 150 ആയിരിക്കും. നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് 150 ആയിരിക്കും. W3ന്റെ ഡയമെൻഷൻ 150/150 ആണ്. ഞാൻ അത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോഴേക്കും കണ്ടോ W3 വിൻഡോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ലോഡായി. അതിനെ നമുക്ക് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെക്കാം. ബെഡ്റൂമിലായിട്ട് 2 സ്ഥലത്തുണ്ട്. അപ്പൊ ഞാൻ റെവിറ്റിൽ വന്നു, ഇവിടെ ബെഡ്റൂമിലായിട്ട് ഇങ്ങനെ വെക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ഇരിക്കുന്നത്, ബോളിന്റെ 2 എൻഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ വെക്കുന്ന അനുസരിച്ചിട്ടുള്ള ഡയമെൻഷൻ അവിടെ കാണിക്കും കേട്ടോ. ഞാനത് കറക്റ്റ് സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തു. ഇവിടെയും നമുക്ക് അതുപോലെ കാണിക്കും. ഇത് ഞാൻ കറക്റ്റ് സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തു. ഇനി W3 വിൻഡോ വരുന്നത് എവിടേക്കാന്ന് നോക്കാം. ഇനി ഈ ഒരു ബെഡ്റൂമിലായിട്ട് W3 വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ്ങിന്റെ ഈ പോർഷനിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഞാൻ ഇവിടെ ആയിട്ട് W3 വിൻഡോ കൊടുത്തു. ഡൈനിങ്ങിന്റെ ഈ പോർഷനിലും W3 വിൻഡോ. പിന്നെ നമുക്ക് വരുന്നത് കിച്ചൺ വിൻഡോയാണ്.